ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പനയുമായി മിൽമ പാൽ തൈര് വിൽപ്പനയിൽ സർവകാല റെക്കോർഡാണ്. 38.03 ലക്ഷം ലിറ്റർ പാലാണ് ഉത്രാട ദിനത്തിൽ മാത്രം വിറ്റത് എന്നുള്ളതാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, എന്താണ് ഈ മിൽമയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കണക്കുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ് മനീഷ്? വിജിത്ത്, മിൽമ തന്നെയാണ് ഔദ്യോഗികമായ ഒരു പത്രക്കുറിപ്പിലൂടെ ഇത്തവണ റെക്കോർഡ് വിൽപ്പനയുണ്ടെന്ന് കാണിച്ച് വ്യക്തമാക്കുന്നത്. ശരാശരി 5% വർധനവാണ് ഇക്കുറി ഓണക്കാലത്തടക്കം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വിറ്റുവര ഉണ്ടായതും ഓണക്കാലത്താണെന്ന് ഈ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ കണക്കനുസരിച്ച് നിലവിൽ ഉത്രാട ദിനത്തിൽ മാത്രം 38.03 ലക്ഷം ലിറ്റർ പാലും 3.97 ലക്ഷം കിലോ തൈരുമാണ് മിൽമ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റുപോയത്. ഒപ്പം തന്നെ മിൽമയുടെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സഹകരണ സംഘങ്ങൾ വഴിയും ഈ രീതിയിൽ പാലും തൈരുമൊക്കെ തന്നെ വിറ്റഴിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വലിയ രീതിയിൽ പാലാണ് വിറ്റഴിച്ചത്. 1,19,58,751 ലിറ്റർ പാലും ഒപ്പം തന്നെ 14,58,278 കിലോ തൈരുമാണ് വിറ്റഴിച്ചിട്ടുള്ളത്. ആ രീതിയിൽ വലിയ വിൽപ്പന നടന്നുവെന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ 9 ദിവസങ്ങൾക്ക് മുൻപ് ഈ തിരുവോണത്തിൻ്റെ 9 ദിവസത്തിന് മുൻപുള്ള കണക്കുകളും പുറത്തുനിന്നുണ്ട്. ആ രീതിയിൽ വലിയ വിൽപ്പന ഇത്തവണ സഹകരണ സംഘങ്ങൾ വഴി മിൽമ ഔട്ട്ലെറ്റുകൾ വഴി ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കുകളാണ് പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ നെയ്യുടെ വിൽപ്പനയും ആ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ 31 വരെയുള്ള കണക്കനുസരിച്ച് നെയ്യുടെ വിൽപ്പന 863.92 ടൺ ആണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 663.74 ആയിരുന്നു. അങ്ങനെ ഈ ഉപഭോക്താക്കൾ മിൽമയെ കൂടുതൽ വിശ്വസിക്കുന്നുണ്ട്, മിൽമയുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങുന്നുണ്ട്. ഈ പാലും തൈരും നെയ്യുമല്ലാതെ മിൽമയുടെ ഉൽപ്പന്നങ്ങളും അധികമായി ആളുകൾ വാങ്ങി തുടങ്ങുന്നു എന്നതിൻ്റെ കണക്കുകൾ കൂടി മിൽമ നിലവിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ക്രിസ്റ്റീന, റീജിത്ത്. ശരി, മനീഷ് മഹിപാൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത്.